ഹലോ ഗേസ്, അസ്സാം വലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്തമാനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ വന്നിട്ടുള്ളത് കല്യാണ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാക്കാൻ്റെ മോൻ്റെ കല്യാണ വീഡിയോ. ഒരു മൂന്നൊക്കെ പാർട്ട് ചെയ്യാണ്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നെ മുത്തമ്മാൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പുതിയതിന് തലേന്നത്താണ്. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രം തലേന്നത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒട്ടും ലൈറ്റ് ക്ലിയർ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് മാത്രം ഇട്ടിട്ടുള്ളത്. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ അവിടെ എന്ത് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല അടിപൊളി പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഉണ്ടായാലുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റേജും കാര്യങ്ങളൊക്കെ മുത്തമ്മാൻ്റെ മോൻ്റെ മക്കളൊക്കെയാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അവർക്ക്. അപ്പോൾ അതാ നമ്മൾ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ തലേന്നത്തെ വീഡിയോ ആകെ 2-3 വീഡിയോ ഉള്ളൂ, അങ്ങനെ ആഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. പിന്നെ അതാ പുതിയാപ്പിളയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ പുതിയണ്ണിനെ സ്റ്റേജിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. ഒരു മൂത്തമ്മാൻ്റെ മക്കളെല്ലാവരും പാടെ പിന്നെ മകൻ്റെ കുട്ടികളും എല്ലാവരും പാടെ കൂടിയിട്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ റിസ്കോടൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയായിരുന്നു കല്യാണമൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ പുതിയനെ സ്റ്റേജിൽ നമുക്ക് കൊണ്ടുവരുന്നതാണ്. പിന്നെ നല്ല അടിച്ചപൊളി പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കോപ്പിറൈറ്റ് വരുന്ന എഴുതിയിട്ട് ഓഫാക്കിയിട്ടുള്ളത് വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് സ്റ്റേജൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പുതിയപ്പോഴൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് ഓളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അത് ഞാൻ കൂടുതലൊന്നും വോയിസ് കൊടുക്കണില്ല. അപ്പോൾ പാട്ടിടാമെന്ന് വിചാരിച്ചൊന്ന് കണ്ടു നോക്കിയിട്ടോ.
അപ്പോൾ അത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ എല്ലാ വീഡിയോസിൽ ഒരേ പാട്ടും കാര്യങ്ങളും മാത്രമേ ഇടണമെന്നില്ലത് കേട്ടോ. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഏതിട്ടാലും കോപ്പി റേറ്റാണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കോപ്പി റേറ്റ് ഇട്ടില്ല വീഡിയോസ് പിന്നെ വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമില്ലല്ലോ, വെറുതെ ഇതാക്കാന്നില്ലാതെ എന്തിട്ടാലും അപ്പോൾ കോപ്പി റേറ്റാണ് കേട്ടോ. അങ്ങനെ 2-3 പാട്ട് മാത്രമേ ഉള്ളൂ കോപ്പി റേറ്റ് ഇല്ലാത്ത എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാം മ്യൂസിക്കായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വോയിസ് ഇടണം. അങ്ങനെ തന്നെ ഇടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നടക്കുന്നത് ഈ സമയത്തൊക്കെ ഉണ്ടല്ലോ നല്ല അടിച്ചപൊളി പാട്ടാണ് ഇട്ടുള്ളത്, നല്ല സ്റ്റെണ്ണും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല അടിച്ചപൊളി പാട്ടാണ് ഉള്ളത്. ഞാൻ ഓഫാക്കിയിട്ടിട്ടാണ് വോയിസ് മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെയും പറ്റില്ല, നമ്മൾ ഏതെങ്കിലും നല്ലൊരു അടിപൊളി പാട്ട് ഇട്ടെന്ന് വെച്ചാൽ അതിന് കോപ്പിറൈറ്റ് ആയിരിക്കും. അപ്പം നമ്മളെ കയ്യിലില്ലത് എടുത്തിടായിരിക്കും പിന്നെ ഒന്ന് നല്ല കേട്ടോ. അല്ലാതെ നമ്മൾ കാണണം എടുത്തിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരേ പാട്ട് തന്നെ ഇടുന്നത്. പിന്നെ നല്ല അടിച്ചപൊളി മ്യൂസിക്കൊക്കെ തിരഞ്ഞെടുത്തൊക്കെ ഇടാം കേട്ടോ. അതിലേറെ പാട്ടല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ആ 2-3 പാട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് എല്ലാ വീഡിയോസിലും, കല്യാണ വീഡിയോസിലൊക്കെ. അപ്പോൾ അതല്ലേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഉണ്ടല്ലോ അപ്പോൾ പുതിയ അപ്പിളിൻ്റെ കൂടെ വന്നവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റേജിൽ കയറി മക്കളൊക്കെ ഉണ്ടല്ലോ ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനും കേൾക്കാനും ഒക്കെ. പിന്നെ നല്ല റിസ്കോടെ ചെയ്യുന്നു. ചെറിയ മക്കൾക്ക് വേറെ, അതേമാതിരിക്ക് തന്നെ അതിൻ്റെ മുകളിലേക്ക് വേറെ, അങ്ങനെ ഒരു വലിയവർക്ക് വേറെ കളറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒന്നുകൂടി കളർഫുള്ളായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണമൊക്കെ അടിച്ചപൊളി കല്യാണം ഇനി. അപ്പോൾ അതാ നമ്മൾ രാത്രിയാണ് കേട്ടോ പുതിയണ്ണിനെ കൊണ്ടുപോകണ വീട്ടിലേക്ക്, പുതിയ അപ്പിളിൻ്റെ വീട്ടിലേക്ക് പോകണത്. ഇത് പുതിയണ്ണിൻ്റെ വീട്ടിലത്തെ കല്യാണമാണ് കേട്ടോ. പിന്നെ നമ്മൾ പോലെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫാമിലി ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഉള്ളത്. അപ്പോൾ അതാ ഒക്കെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടാണ് കേട്ടോ. പൊയിഞ്ഞിറക്കണം എന്താണെന്ന് വെച്ചാലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടാണ് ഉള്ളത്. അപ്പോൾ അതാ പക്കി കൊണ്ടൊന്ന് കണ്ടു നോക്കിട്ടോ. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, കൂറിയാൽ മുഹബ്ബത്തിൻ മധുരത്തേവി, മതിലങ്കും മദീനത്തെ രാജാത്തിപ്പൂവി. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി, ഹൂറിയാൽ മുഹബ്ബത്തിൻ മധുരത്തേവി, മതിലെങ്കും മദീനത്തെ രാജാത്തിപ്പൂവി. റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത്, ഹക്കമനിൽ ഇരവോദീരത്ത്. റസൂലൊരു കനവിൽ കണ്ട് ഒത്തിരി മോഹം കൽബിൽ കുതിർത്ത്, ഹക്കവനിൽ ഇരവോദീരത്ത്, ഹക്കവനിൽ ഇരവോദീരത്ത്. അല്ലമീനന്നു വരുന്നു താരകം പൂത്തു, ഇശലിന്റെ പൂക്കൾ കൊരുത്തൊരു മാലയും തീർത്തു. ഇശലൊത്ത കീനാവും കണ്ടിരിക്കും ബീവി, അശകൊത്ത മണിമുത്ത് ഖദീജ ബീവി. നിഴലില്ലാത്തൊരു മേന്മയതുണ്ട്, മേഘം കുട പോൽ ചൂടിയ കണ്ട്, തോഴിയാൻ ബീവിയിൽ ചരിതമുരത്ത്. നിഴലില്ലാത്തൊരു മേന്മയതുണ്ട്, മേഘം കുട പോൽ ചൂടിയ കണ്ട്, തോഴിയാൽ ബീവിയിൽ ചരിതമുരത്ത്, തോഴിയാൽ ബീവിയിൽ ചരിതമുരത്ത്. ഇതിഹാസം ആല തല്ലും കഥകൾ കേട്ട് ബീവിയാൾ.
അപ്പോൾ അതാ പുതിയപ്പള്ളിയും പുതിയണ്ണൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയ തക്കത്തിലുണ്ടല്ലോ നല്ല ഡാൻസും പരിപാടിയൊക്കെയാണ് കേട്ടോ. കുഞ്ഞുമക്കൾ അവരുണ്ടല്ലോ നല്ല ഡാൻസൊക്കെ കളിക്കും. അവർ മുത്തമ്മടുത്ത് എല്ലാ മക്കളും അങ്ങനെയാണ് കേട്ടോ. അവരെന്നെ സെറ്റാക്കി നല്ല അടിച്ചപൊളി ഡാൻസും കാര്യങ്ങളും പാട്ടും എല്ലാം ഉണ്ടാകലുണ്ട് കേട്ടോ. ഈ കല്യാണത്തിന് കുറച്ച് കുറവാന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ റിയാക്ഷൻ വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് 2-3 കല്യാണ വീഡിയോ ഇട്ടിട്ട് റിയാക്ഷൻ വീഡിയോ 2 ഇട്ടുകൊണ്ട് അങ്ങനെ ഇടാന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മാറി അങ്ങനെ ഇടുമ്പോഴും നമ്മൾ റീച്ച് കുറവായിരിക്കും. കണ്ടിന്യൂ ആയിട്ട് നമ്മൾ റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ കല്യാണ വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെ ഇടുന്നതായിരിക്കും നല്ല കേട്ടോ. 2 വേർഡൊക്കെ മിക്സാക്കി ഇടുമ്പോൾ ഒട്ടും റീച്ച് ഉണ്ടാവില്ല, അല്ലെങ്കിൽ തന്നെ റീച്ച് കുറവാണ്. എന്നാലും അങ്ങനെ ഇടാന്നില്ലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അവർ മോൻ്റെ ഫാമിലി ആയിട്ടും മോളെ പുതിയപ്പള്ളിൻ്റെയും പുതിയനിൻ്റെയും ഫാമിലി ഫോട്ടോ ഒക്കെയാണ് എടുക്കുന്നത്. അപ്പം മക്കളൊക്കെ കളിക്കണും കാര്യങ്ങളും അതുകൊണ്ട് കേട്ടോ. അപ്പോൾ റിസ്കോടൊക്കെ നല്ല അടിച്ചപൊളി റിസ്കോടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. നല്ല അടിപൊളി ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുണ്ടല്ലോ അടുത്ത വീഡിയോ പുതിയപ്പള്ളിൻ്റെ വീട്ടിൽ പോണ വീഡിയോയും കാര്യങ്ങളും അടുത്തതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാ കുട്ടികളോടും അസ്സലാമു അലൈക്കും.